മക്കളെ ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്ന വോയിസും എന്റെ വീഡിയോ ഒക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇടാ ഒരു ഓക്കെ പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് തെർമോഡൈനാമിക്സിൽ ഒരു ഹീറ്റ് എഞ്ചിൻ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്സും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കൊരു ഓക്കെ പറയും. നമ്മൾ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്, വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. വെരി ഗുഡ്. നന്ദന മിത്ര. ഈ ഹീറ്റ് എഞ്ചിൻ മുതലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും, ഓൾ ഓഫ് യു. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ പർപ്പസ്? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ? ഒരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ പണി എന്ന് ചോദിച്ചാൽ, ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട്, സിംപ്ലി എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ഉണ്ടാക്കി എടുക്കുക. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എഞ്ചിന്റെ പണി അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുക അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ പണി. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ തെർമോഡൈനാമിക് സിസ്റ്റമാണ്. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിന്റെ മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. ആ സിലിണ്ടറിന്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ടായിരിക്കും. ആ ഗ്യാസിനെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞാനൊരു സിസ്റ്റം, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓർമ്മ വരണം. ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതൊരു തെർമോഡൈനാമിക് സിസ്റ്റം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു തെർമോഡൈനാമിക് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഈ എഞ്ചിലേക്ക് കടക്കുന്നതിന് കുറച്ച് ടേംസ്. അതിൽ ഒന്നാമത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഒന്നാമത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്, അല്ലെ? വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് എഞ്ചിന്റെ അകത്തുള്ള ഗ്യാസ്, ഏത് ഗ്യാസ് ആണോ നമ്മൾ ഫില്ല് ചെയ്യുന്നത്, നോർമലി എയർ ആണ് ഉണ്ടാവുക, തന്നെയാണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഐസോതെർമൽ പ്രോസസ്സിലൂടെ ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. സിമ്പിൾ ആയിട്ട് കേൾക്കുക. നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോം എടുക്കും. ഇതൊരു പ്ലാറ്റ്ഫോം, ഇതൊരു പ്ലാറ്റ്ഫോം, നടുക്കില് നമ്മുടെ എഞ്ചിൻ. എഞ്ചിൻ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ആയതുകൊണ്ടാണ് എഞ്ചിൻ എങ്ങനെ വരുന്നത്. ആദ്യത്തെ പ്ലാറ്റ്ഫോമിനെ സോഴ്സ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനെ സിങ്ക് എന്നാണ് വിളിക്കുക. ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, സിങ്കില് ടെമ്പറേച്ചർ കുറവായിരിക്കും. സോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സോഴ്സിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, സിങ്കില് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്കറിയാം, നോർമൽ കണ്ടീഷനിലാണ് എന്റെ സിസ്റ്റം ആദ്യം നിൽക്കുക. നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്ന സിസ്റ്റത്തിനെ ഞാൻ ആദ്യം സോഴ്സിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഹീറ്റ് എന്ന് പറയുന്ന സംഭവം, ഹീറ്റ് എനർജി എന്ന് പറയുന്ന സംഭവം ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ചാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്, അല്ലെ? അപ്പൊ എപ്പോഴും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക ഫ്രം ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ആണ്. സ്വാഭാവികമായിട്ടും എന്റെ സോഴ്സ് എന്റെ സിലിണ്ടറിലേക്ക്, സിസ്റ്റത്തിലേക്ക് ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യും. കാരണം സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ ടെമ്പറേച്ചർ ബോഡിയാണ്. എപ്പോ ക്ലാസ്സില ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി. ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ,
അതായത് നമ്മുടെ സോഴ്സിന് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് സപ്ലൈ ചെയ്യും. ഓക്കെ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ? അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ അകത്തെ പ്രഷർ ആദ്യം അങ്ങോട്ട് പോകും. ശ്രദ്ധിക്കുക, ഇതിന്റെ വർക്കിംഗ് സ്റ്റെപ്പ് 1, ഇതിന്റെ പ്രഷർ പോകും. സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രഷർ കുറയ്ക്കണം, സിസ്റ്റത്തിന്റെ പ്രഷർ കുറയണം. പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നത്. ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകും. ആ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യും, വോളിയം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോ ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ എക്സ്പാൻഷൻ ആണ്. ആ കേസിൽ വോളിയം ഇൻക്രീസ്ഡ് ആവും, പ്രഷർ ഡിക്രീസ്ഡ് ആവും എന്ന് മനസ്സിലാക്കുക. എക്സ്പാൻഷന്റെ കേസിൽ വോളിയം ഇൻക്രീസ്ഡ് ആകും, പ്രഷർ ഡിക്രീസ്ഡ് ആകും എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഇത് ഐസോതെർമൽ പ്രോസസ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി. ഈ കേസിൽ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷറും വോളിയം ചേഞ്ച് ആവും. കണ്ടോ, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങൾ സപ്ലൈ ചെയ്ത ഹീറ്റ് ആരെ കൂട്ടിയിട്ടില്ല, ടെമ്പറേച്ചറിനെ കൂട്ടിയിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ കൊടുത്ത സോഴ്സിൽ നിന്ന് കൊടുത്ത ഹീറ്റ് ടെമ്പറേച്ചറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടിട്ടില്ല. ആ സപ്ലൈ ചെയ്ത ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെട്ടത്? ടു ഇൻക്രീസ് ദ വോളിയം ആൻഡ് ഡിക്രീസ് ദ പ്രഷർ. എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറ്റ് യൂസ് ചെയ്തത് എന്നർത്ഥം. ഈ സാധനത്തിനെയാണ് നമ്മൾ പ്രഷർ വോളിയം വർക്ക് എന്ന് പറയാം. ഈ എക്സ്പാൻഷനെയാണ് നമ്മൾ പ്രഷർ വോളിയം വർക്ക് എന്ന് പറയാം. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ വോളിയം വർക്ക്. അപ്പൊ ഈ പ്രോസസ് ഐസോതെർമൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ നിങ്ങൾ സപ്ലൈ ചെയ്ത ഹീറ്റ് മുഴുവനായിട്ട് ഐസോതെർമൽ വർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? ഇത് തിയററ്റിക്കൽ കൺസെപ്റ്റ് കേട്ടോ. പ്രാക്ടിക്കലി ഇതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എഞ്ചിന്റെ ഒരു തിയറി ബേസ് പറയാം. അപ്പോ അതിനുശേഷം നമ്മുടെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആയി, എക്സ്പാൻഷൻ മുഴുവനായി എക്സ്പാൻഡ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഷന് ശേഷം ഞാൻ ഈ സിസ്റ്റത്തിനെ എടുത്തിട്ട് സിങ്കിലേക്ക് അങ്ങ് മാറ്റും. ഈ സിസ്റ്റത്തിനെ എടുത്തിട്ട് എവിടേക്ക് മാറ്റും? സിങ്കിലേക്ക് മാറ്റുക. അല്ലെ? സിങ്കിന് സിസ്റ്റത്തിനെക്കാളും ടെമ്പറേച്ചർ കുറവാണ്. സ്വാഭാവികമായിട്ടും ഹീറ്റ് സിങ്കിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. അല്ലെ? സിങ്കിന് ടെമ്പറേച്ചർ കുറവാണ്, സിങ്ക് ഒരു കോൾഡ് ബോഡിയാണ്. അപ്പൊ സിങ്കിലേക്ക് ഹീറ്റ് ഇങ്ങോട്ട് വരാനാണ് ശ്രമിക്കുക. സിങ്ക് സിസ്റ്റത്തിലെ ഹീറ്റിനെ വലിച്ചെടുക്കും. പക്ഷെ അതും ഐസോതെർമൽ പ്രോസസ് ആണ്. അവിടെയും ടെമ്പറേച്ചർ മാറില്ല, സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ അവിടെയും മാറില്ല. പകരം എന്താവും? അവിടെ വോളിയം റെഡ്യൂസ്ഡ് ആകും, പ്രഷർ പഴയ പോലെ ഇൻക്രീസ് കണ്ടീഷനിലേക്ക് എത്തും. അതായത് സിസ്റ്റത്തിന്റെ പഴയ വോളിയം പഴയ പ്രഷറും തിരിച്ചു കിട്ടും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. സിസ്റ്റം വാങ്ങി വെച്ച ഹീറ്റ് സിസ്റ്റം തിരിച്ചു കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന്റെ പഴയ വോളിയത്തിലേക്കും പ്രഷറിലേക്കും തിരിച്ചെത്തും. ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? സിസ്റ്റം ഒരു ഹീറ്റിനെ മേടിക്കും, എന്നിട്ട് പുതിയൊരു വോളിയത്തിലേക്കും പുതിയൊരു പ്രഷറിലേക്കും എത്തും. ആ ഹീറ്റിന് വിട്ടുകൊടുക്കുന്ന സമയത്ത് പഴയ വോളിയത്തിലേക്കും പഴയ പ്രഷറിലേക്കും സിസ്റ്റം തിരിച്ചു വരും. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. മനസ്സിലായോ? ഈ ഗ്യാപ്പിലാണ് ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ വാങ്ങി വെക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും ഗ്യാപ്പിലാണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനെയും ഐസോതെർമൽ കംപ്രഷനെയും അടയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ സമ്മേഷൻ ആണ് ഇവിടുത്തെ വർക്ക്. ഐസോതെർമൽ എക്സ്പാൻഷന്റെയും ഐസോതെർമൽ കംപ്രഷന്റെയും സം ആണ് ഇവിടുത്തെ വർക്ക്. ഓക്കെ ആണോ? ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ വെറുതെ നമ്പർ വൈസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് പറഞ്ഞത്. സപ്പോസ് നമ്മുടെ സോഴ്സ് ഒരു 10 ജൂൾ ഹീറ്റ് സിസ്റ്റത്തിന് കൊടുത്തു എന്ന് കൂട്ടുക. 10 ജൂൾ ഹീറ്റ് സിസ്റ്റത്തിന് കൊടുത്തു എന്ന് കൂട്ടുക.
ഈ 10 ജൂള് ഹീറ്റില് ചിലപ്പോ ഒരു 4 ജൂള് വർക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കി 6 ജൂൾ എവിടെ സാറേ? ആ 6 ജൂളാണ് സിങ്ക് വലിച്ചെടുക്കുന്നത്. മനസ്സിലായോ? അതായത് വർക്ക് ചെയ്തതിന്റെ ബാക്കിയുള്ള ഹീറ്റാണ് ആര് വലിച്ചെടുക്കണേ? സിങ്ക് വലിച്ചെടുക്കണേ. ക്ലിയർ ആണോടാ? ആണോ? അതായത് നിങ്ങളിപ്പോ ഒരു 10 ജൂള് സോഴ്സ് ആണ് കൊടുത്തത്, സിസ്റ്റത്തിലേക്ക് കൊടുത്ത്, അതിൽ വർക്കിന് വേണ്ടിയിട്ട് ഹീറ്റ് കുറച്ച് ഉപയോഗിക്കല്ലോ, പ്രഷർ വോളിയം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി വരുന്ന ഹീറ്റാണ് നമ്മൾ സിങ്ക് വലിച്ചെടുക്കുക. അതായത് നിങ്ങൾ കൊടുക്കുന്ന മൊത്തം ഹീറ്റും അവിടെ വർക്ക് ആവുന്നില്ല, അതിൽ ചെറിയൊരു ഭാഗമേ അവിടെ എന്താവുന്നുള്ളൂ, വർക്ക് ആവുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് എന്താണ്? ഹീറ്റ് സിങ്കിലേക്ക് പോവുക ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇതാണൊരു സിമ്പിൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല എഫിഷ്യന്റ് എഞ്ചിൻ ആണോ അതോ എഫിഷ്യൻസി കുറഞ്ഞ എഞ്ചിൻ ആണോ? എഫിഷ്യൻസി കുറഞ്ഞത്. തീർച്ചയായിട്ടും അല്ലേ. കാരണം നിങ്ങൾ വലിയൊരു എമൗണ്ട് ഹീറ്റ് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ സോഴ്സിലൂടെ, പക്ഷെ അതിൽ കുറച്ച് ഭാഗം മാത്രമേ എന്താവണുള്ളൂ, വർക്കായിട്ട് മാറണുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ സിങ്ക് വലിച്ചെടുക്കുക ചെയ്യണത്. ഓക്കെ ആണോ? അപ്പൊ അവിടെ കുറച്ച് ഭാഗം ഹീറ്റേ വർക്ക് ആവുന്നുള്ളൂ എന്ന് വെച്ചാൽ ആ എഞ്ചിൻ എഫിഷ്യൻസി ഇല്ല. നിങ്ങൾ വലിയൊരു ഇൻപുട്ട് കൊടുക്കും, നിങ്ങൾക്ക് കുറഞ്ഞ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ കാർനോട്ട് രംഗത്ത് വരുന്നത്, കാർനോട്ട് എഞ്ചിൻ രംഗത്ത് വരുന്നത്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കാർനോട്ട് എഞ്ചിന്റെ ബേസ് എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിൻ തന്നെയാണ്. ചില കുട്ടികൾക്ക് കാർനോട്ട് എഞ്ചിനും ഹീറ്റ് എഞ്ചിനും ഒന്നല്ലേ എന്നൊരു സംശയമൊക്കെ തോന്നും. അല്ല, കാർനോട്ട് എഞ്ചിന്റെ ഹീറ്റ് എഞ്ചിന്റെ ബേസ് സെയിം ആണ്, രണ്ടിന്റെയും ബേസും പർപ്പസും ഒക്കെ സെയിം ആണ്. പക്ഷേ ഹീറ്റ് എഞ്ചിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ഫോം ആണ് കാർനോട്ട് എഞ്ചിൻ. മനസ്സിലായോ? ഹീറ്റ് എഞ്ചിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ഫോം ആണ് എന്ത്? കാർനോട്ട് എഞ്ചിൻ. അപ്പൊ കാർനോട്ട് എഞ്ചിനിലേക്ക് എത്തുന്ന സമയത്ത് കാർനോട്ട് എഞ്ചിൻ കുറച്ചുകൂടി എഫിഷ്യൻസി കൂടിയ എഞ്ചിൻ ആയിട്ട് മാറും. കാർനോട്ടിന്റെ അഭിപ്രായത്തിൽ 100% എഫിഷ്യന്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. പക്ഷെ സത്യം എന്താ വെച്ചാൽ ലോകത്ത് ഒരു എഞ്ചിനും എന്തല്ല 100% എഫിഷ്യന്റ് അല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറയാം. അപ്പോ നിങ്ങൾക്ക് ഹീറ്റ് എഞ്ചിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അപ്പൊ അത് അതിന്റെ ഇക്വേഷൻസ് ആണ് ഇനി ഉള്ളത്, അതൊന്ന് ഡിറൈവ് ചെയ്ത് പഠിച്ചോണം. നോട്ടിൽ ചിലപ്പോൾ ഞാൻ തന്നിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ പഠിപ്പിച്ച സമയത്ത് ഈ ചാപ്റ്ററിന്റെ നോട്ടിൽ ഒക്കെ വ്യക്തമായിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് ഇക്വേഷൻ മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, അത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ മതി റെഫ്രിജറേഷന്റെ കേസിൽ. ഓക്കെ ആണോ? ഇപ്പൊ തെർമോഡൈനാമിക്സിൽ ഹീറ്റ് എഞ്ചിന്റെ വർക്കിങ്ങും അതേമാതിരി ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ടല്ലേ, ടാർപ്പായ വലിച്ചെടുത്ത ഒരു ഗ്രാഫ് ഇല്ലേ മക്കളെ? നിങ്ങൾക്ക് അഡേബാറ്റിക് വർക്ക് എങ്ങനെയാന്നുള്ള സംശയമുണ്ട്. അഡേബാറ്റിക് ഒരു കാർനോട്ട് എഞ്ചിന്റെ വർക്ക്, ഇപ്പൊ ഹീറ്റ് എഞ്ചിന്റെ വർക്കാണ് ഞാൻ പറഞ്ഞത്. കാർനോട്ട് എഞ്ചിന്റെ വർക്കിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നു. ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കാർനോട്ട് എഞ്ചിന്റെ വർക്ക്, ഇപ്പൊ ഹീറ്റ് എഞ്ചിന്റെ വർക്കാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയോ? കാർനോട്ട് എഞ്ചിന്റെ വർക്ക് എല്ലാവർക്കും അറിയോ? അറിയേണ്ടതാണ്. ഒന്നുകൂടി പറയാം. കാർനോട്ട് എഞ്ചിന്റെ വർക്ക് ഒന്നുകൂടി പറഞ്ഞോ? ജസ്റ്റ് ഒരു ഇതായി പറഞ്ഞാൽ മതി, ഡീറ്റെയിൽ പറയണ്ട. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ പറയാം ഡോണ്ട് വറി, ഞാൻ പറയാം, ശ്രദ്ധിക്കും. ഹീറ്റ് എഞ്ചിന് 2 പ്ലാറ്റ്ഫോം ആയിരുന്നു, സോഴ്സും സിങ്കും. കാർനോട്ട് എഞ്ചിന് ഒരു പ്ലാറ്റ്ഫോമും കൂടി അധികം, 3 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്നാമത്തത് സോഴ്സ്, രണ്ടാമത്തത് നമ്മൾ അഡീഷണലി കൊടുത്ത സാധനം ഞാൻ ചതുരത്തിൽ വരയ്ക്കാം. അഡേബാറ്റിക് ബേസ്, ഒരു അഡേബാറ്റിക് പ്ലാറ്റ്ഫോം ഉണ്ട്. മൂന്നാമത്തെ സിങ്ക്, കണ്ടാ? ശ്രദ്ധിക്കട്ടോ, ഒരു അഡേബാറ്റിക് വാള് നടുക്കിൽ വെച്ചു കൊടുത്തു. ഇത്ര ചേഞ്ച് ഒരു കാർനോട്ട് എഞ്ചിനിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഒരു അപ്ഡേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയൊരു അപ്ഡേഷൻ ഒന്നും ഇവിടെ കാണണ്ട. ജസ്റ്റ് സോഴ്സിന്റെ സിങ്കിന്റെ ഇടയ്ക്ക് ഒരു അഡേബാറ്റിക് ബേസ് വെച്ചു കൊടുത്തു, അത്രേ കാർനോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ചെയ്തത് കൊണ്ട് നല്ല എഫിഷ്യൻസി കൂടി എഞ്ചിന്റെ. മനസ്സിലായോ? എഞ്ചിന്റെ എഫിഷ്യൻസി നന്നായിട്ട് എന്ത് ചെയ്ത് കൂടി. ഓക്കെ, അപ്പോ എന്റെ കയ്യിൽ സിസ്റ്റം ഉണ്ട്. ഇതാണ് സിസ്റ്റം. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഇതാണ് സിസ്റ്റം.
നോക്കണേ, നല്ല നോയ്സ് വരുന്നുണ്ട്. അവിടെ വണ്ടി വർക്ക്ഷോപ്പ് ഉണ്ട്, മൂപ്പര് എഞ്ചിൻ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. ഒരു ബുള്ളറ്റിന്റെ കുടുകുടി ശബ്ദം കേൾക്കണം നിങ്ങള്? ചെറുതായിട്ട് അടുത്തൊരു വണ്ടി വർക്ക്ഷോപ്പ് ചെയ്ത സ്ഥലം കേൾക്കില്ലേ? സിസ്റ്റം ആദ്യം എടുത്തൊരു സോഴ്സിലേക്ക് വെക്കും. അപ്പൊ ഒന്നാമത്തെ പ്രോസസ് ISO-EXP, ഐസോതെർമൽ എക്സ്പാൻഷൻ. അവിടെ വോളിയം കൂടും, ടെമ്പറേച്ചർ പ്രഷർ കൂടും. വോളിയം കൂടും, പ്രഷർ കുറയും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഇതാണ് ഒരു ഐസോതെർമൽ എക്സ്പാൻഷന്റെ പ്രത്യേകത. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യം സോഴ്സിലേക്ക് വെക്കുന്ന സമയത്ത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുക. വോളിയം കൂടും, പ്രഷർ കുറയും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. രണ്ടാമത് എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആവാൻ നമുക്ക് സമ്മതിക്കില്ല. ഒരു ഇവിടെ വരെയൊക്കെ എക്സ്പാൻഡ് ചെയ്യും, അതായത് കുറച്ചൊന്നും പോകും. മനസ്സിലായ? അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ മുഴുമിപ്പിക്കൂല. നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനത്തിന് അഡിയബാറ്റിക് ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ട, അഡിയബാറ്റിക് ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പം ബാക്കിയും കൂടി ഉണ്ട് പൊന്തിക്കോളും. മനസ്സിലായോ? അതായത് പണ്ട് നല്ല ഇപ്പൊക്കെ വീട്ടില് ഈ ചോറ് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താ പറയാ, ഒരു പാത്രം കിട്ടും, അതിന്റെ പേര് കാസ്ട്രോൾ തന്നെയാണ് തോന്നുന്നു. ചോറ് നമ്മൾ മുഴുവനായിട്ട് വേവിക്കൂല, പകുതി വേവിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ച ബാക്കിയും കൂടി പാത്രത്തിൽ കിടന്ന് വെന്തോളും. ആ ഒരു പരിപാടി ഇല്ലേ? അങ്ങനെ സംഭവല്ലേ? ഇതേ പരിപാടി. മനസ്സിലായോ? അതായത് നമ്മൾ അവിടെ ലാഭിക്കാൻ ശ്രമിക്കുന്നത് ഹീറ്റ് അല്ലേ, എനർജി ലാഭിക്കാൻ ശ്രമിക്കല്ലേ ചെയ്യുന്നത്, അല്ലേ മക്കളെ? നമ്മളവിടെ എന്താ ചെയ്യുന്നടാ? എനർജി ലാഭിക്കാൻ ശ്രമിക്കല്ലേ? അതേ പരിപാടി, അതേ പ്രോസസ്. ഇവിടെ എനർജി ലാഭിക്കാൻ വേണ്ടിയിട്ട് അഡിയബാറ്റിക് ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയും കൂടി തന്നെത്താനായിട്ട് പൊന്തിക്കോളും. അപ്പൊ ആ വർക്ക് നമുക്ക് ലാഭമാണ്, എനർജി കൊടുക്കാതെ കിട്ടിയതാണ്. അല്ലേ? അല്ലേ? യെസ്. അപ്പൊ അവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അവിടെ വോളിയം കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്, സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അത്രയൊക്കെയാണോ? ആണോ? ഓക്കെ ആണോ? പ്രഷർ കൂടുക എങ്ങനെയാ? സോറി, പ്രഷർ കുറയും. കുറയല്ലേ? ഓക്കെ. ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നുണ്ടോ? ചാൻസലർ ഓക്കെ. ഓക്കെ അല്ലേ? അടുത്ത് ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിന് സിങ്കിലേക്ക്, ഇത് കംപ്ലീറ്റ് എക്സ്പാൻഷൻ നടന്നു, ഇതോടുകൂടി എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ സിങ്കിലേക്ക് വെക്കുന്ന ചടങ്ങാണ്. സിങ്കിലേക്ക് വെക്കുന്ന സമയത്ത്
ഐസോ കംപ്രഷൻ നടക്കുന്ന സമയത്ത് വോളിയം കുറയും, പ്രഷർ കൂടും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഓക്കെ, അതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നടത്താൻ സമ്മതിക്കില്ല. ഒരു പരിധി വരെ താഴ്മ നമ്മൾ വീണ്ടും എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? നമ്മുടെ അഡയബാറ്റിക് ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നാലാമത്തെ പ്രോസസ് ഞാൻ എഴുതാം. വോളിയം കുറയും, പ്രഷർ കൂടും, ടെമ്പറേച്ചർ. ഓക്കെ, സിസ്റ്റത്തിന്റെ പഴയ ടെമ്പറേച്ചറിലേക്കും പ്രഷറിലേക്കും ഒക്കെ എത്തും. ഓക്കെ ആണോ? ഇതാണ് ഒരു കാർനോട്ട് എഞ്ചിൻ. അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കൂടുന്നത് ഇങ്ങനെയാണ്. ഈ അഡയബാറ്റിക് ബേസ് ആണ് അതിന് ശ്രമിക്കുന്നത്. ഇവിടെ കുറച്ച് ഫ്രീ വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളെ അജണ്ട എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാം. ഇപ്പൊ ഞാന് ഒരു എക്സാമ്പിൾ പറയാം. ഞാന് നമ്മള് സൂരജ് കെനെ അതിന്റെ അടിമയായി പ്രഖ്യാപിച്ചു. ഓക്കെ, സൂരജ് കെ നാളെ മുതൽ എന്റെ അടിമയാണ്. വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യണം, അലക്കണം, പടക്കണം, എല്ലാ പണിയും ചെയ്യണം. എന്റെ അടിമയായി പ്രഖ്യാപിച്ചു. അപ്പൊ സൂരജ് കെക്ക് ഞാൻ എല്ലാ ദിവസവും 5 ബിരിയാണി വെച്ച് കൊടുക്കും. ഈ പണിയൊക്കെ എടുക്കണ്ടേ, 5 ബിരിയാണി വെച്ച് കൊടുക്കും. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവൻ ഈ 5 ബിരിയാണി തിന്നിട്ട് ഇവന്റെ വല്ലാതെ ഞാൻ കൊടുക്കണ അത്ര പണി എടുക്കുന്നില്ല. ഞാൻ നേരെ വെട്ടിക്കുറച്ച് ഞാൻ 2 ബിരിയാണി വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ 2 ബിരിയാണി വെച്ച് കൊടുത്തിട്ട് ഞാൻ പരമാവധി എന്ത് ചെയ്യും, ഒരു ചാട്ടവാറും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ഈ പണിയെടുക്കുന്നതിനനുസരിച്ച് ഇപ്പം പണിയെടുക്കുന്നില്ലെങ്കിൽ പോയിട്ട് ചാട്ടവാറുകൊണ്ട് ഒരു അടിയും കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ ഈ സിസ്റ്റത്തിന്റെ വർക്ക് പരമാവധി കൂട്ടുക ചെയ്യുന്നല്ലേ. അപ്പൊ ആക്ക് 2 ബിരിയാണി ഒരു ചാട്ടവാറുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്തോളൂ, വർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ എത്തിച്ചു. അപ്പൊ ഞാൻ ചെയ്തത് എന്താ, എന്റെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഞാൻ കൂട്ടി അല്ലെ. ചാട്ടവാറ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പണിയെടുത്തു. ഞാൻ അവനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതേ പരിപാടിയാണ്. നമ്മൾ അഡയബാറ്റിക് വാള് ഇതാക്കുന്നു, ബിരിയാണി കൊടുക്കാതെ തന്നെ നമുക്ക് കുറച്ച് വർക്ക് അധികം കിട്ടും. ഓക്കെ, അതാണ് പരിപാടി. കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് കാണും. അത്രയൊക്കെ ഉള്ളൂ. ഒരു കാർനോട്ട് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ 4 വർക്കിന്റെ സമ്മാണ് നമ്മൾ കാപ്പായ പോലെ വലിച്ചിട്ടിയ ഗ്രാഫ്. ആ ഗ്രാഫിലാണ് നമ്മൾ ടോട്ടൽ വർക്ക്, ആ ഗ്രാഫിന്റെ ഏരിയ ആണ് വർക്ക് എന്ന് പറയുന്നത്. അത് ഈ 4 സംഭവങ്ങളുടെ സമ്മേഷനാണ്. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. യെസ് സർ, ഓക്കെ ആണ്. നെക്സ്റ്റ് കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്റർ. കുറച്ച് മോളിക്കുലാർ ബേസിലൊക്കെ ഹീറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോ കൈനറ്റിക് തിയറിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഇതൊക്കെ ഒബേ ചെയ്യുന്ന ഗ്യാസ്. ഒബേ ചെയ്യുന്ന ആൾക്കാർ അല്ലെ, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവം ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ്. ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഐഡിയൽ ഗ്യാസ് പോലും ഇല്ല. ലോകത്തുള്ള ഗ്യാസസ് ഒക്കെ റിയൽ ഗ്യാസസ് ആണ്. പക്ഷേ ചില കണ്ടീഷനുകളിൽ ചില ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ഓക്കെ ആണോ? ലോകത്ത് അങ്ങനെ എല്ലായ്പ്പോഴും ഐഡിയൽ ഗ്യാസുകൾ എക്സിസ്റ്റ് ചെയ്യില്ല. ചില കണ്ടീഷനുകളിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ഒരു ക്ലാസ് റൂമിലാണ് ഒരുപാട് മോശം കുട്ടികളും കുറെ നല്ല കുട്ടികളും ഉണ്ടാവും. ചില ക്ലാസ്സിൽ ചില കുട്ടികൾ നല്ല സ്വഭാവം കാണിക്കും, ചിലപ്പോൾ മോശം സ്വഭാവം കാണിക്കും. ചില ക്ലാസ്സിലെ കുട്ടികൾ വീഡിയോ ഓൺ ആക്കിയിരിക്കും, ചില ക്ലാസ്സിൽ ഇരിക്കില്ല. മനസ്സിലായോ? ആണ് സംഭവം. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, നിയമങ്ങളൊക്കെ അനുസരിച്ച് വൃത്തിയിൽ അങ്ങനെ പോയി പോകുന്ന ആൾക്കാർ. അഭിനന്ദ ജി ഐഡിയൽ കുട്ടിയാണോ നോൺ ഐഡിയൽ കുട്ടിയാണോ? ഞാനോ? ഞാൻ രണ്ടിനും നടക്കാണ് ജി. ഓക്കെ, ഇനി ഐഡിയൽ ഗ്യാസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. കൈനറ്റിക് തിയറി എന്ന് വെച്ചാൽ ഒരു തിയറിയാണ്. അപ്പൊ തിയറിന്റെ പ്രത്യേകത, ഇതിന് കൃത്യമായിട്ട് ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫിസിക്സിൽ തിയറി എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്രൂ ആവണം എന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ആയോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രിൻസിപ്പിൾ ആൻഡ് എ തിയറി? പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു നിയമമാണ്, അതിന് ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. തിയറി എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് നിർബന്ധമല്ല, അതിന് ഒരു സാറ്റിസ്ഫൈങ് എക്സ്പ്ലനേഷൻ ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഒരു സാധനം തിയറി ആയിക്കോളും. അപ്പൊ അങ്ങനെ കുറച്ച് തിയറീസ്, പോസ്റ്റുലേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെക്കുക. ഓക്കെ. The molecule of a gas is supposed to be point mass, the size of a molecule being negligible compared to the distance between them. എന്ന് വെച്ചാൽ ഒരു ഗ്യാസ് മോളിക്യൂൾ അല്ല ഗേഷ്യസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്താൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോളിക്യൂളിന്റെ സൈസ് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, മോളിക്യൂൾ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ഒന്നാമത്, there is no force of attraction or repulsion between molecules. മോളിക്യൂൾസ് തമ്മിൽ ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെ, ഈ സാധനങ്ങളിലൊക്കെ ചെറിയ 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 പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു തിയറി ആയിട്ട് നിലനിൽക്കുന്നത് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് between molecules. The molecules are in state of random motion, moving with all possible velocities in all possible directions. അതായത് സഞ്ചരിക്കാൻ സാധിക്കുന്ന, മൂവ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഡയറക്ഷനിലേക്കും എല്ലാ വെലോസിറ്റിയിലും, പരമാവധി വെലോസിറ്റിയിലും നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, അതെന്ത് ചെയ്തോളാം, മനസ്സിലാക്കിക്കോളാം. അതായത് ഗ്യാസ് മോളിക്യൂൾസിൽ പറ്റുന്ന എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത്, during their motion they collide with one another and also with the walls of the container. These collisions are elastic. ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത അവിടെ മൊമെന്റം കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവര് തമ്മിലും അതേമാതിരി കണ്ടെയ്നർ വാൾസും ഒക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യും. ആ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അതായത് മോളിക്യൂൾസിന്റെ മൊമെന്റം കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. Next, between successive collisions, the molecules move in straight line with uniform velocity. The distance traveled between two successive collisions is called free path. Okay, രണ്ട് സക്സസീവ് കൊളീഷന്റെ ഇടയ്ക്കുള്ള പാത്ത്, മോളിക്യൂൾ മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് വെച്ചാൽ മോളിക്യൂൾ ഒരാളെ ഇടിച്ചതിന് ശേഷം രണ്ടാമത്തോനെ ഇടിക്കാൻ പോകുന്നതിന് ആ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ ഫ്രീ പാത്ത് എന്നാണ് പറയുന്നത്. The average distance between the successive collision is called mean free path. സക്സസീവ് കൊളീഷന്റെ ഇടയ്ക്കുള്ള ആവറേജ് പാത്ത്, ഫ്രീ പാത്ത് നമ്മൾ മീൻ ഫ്രീ പാത്ത് അല്ലെങ്കിൽ ആവറേജ് ഫ്രീ പാത്ത് എന്നാണ് പറയുന്നത്. The time for a collision is negligibly small compared to the time taken to traverse the mean free path. അതായത് കൊളീഷൻ എന്ന് പറയുന്നത് വളരെ ഇൻസ്റ്റന്റേനിയസ് ആണ്, വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ മീൻ ഫ്രീ പാത്തിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ട സമയത്തിനെ കമ്പയർ ചെയ്യുന്ന കൊളീഷൻ ഭയങ്കര ഇൻസ്റ്റന്റേനിയസ് ആണ് അല്ലെ. The mean kinetic energy of a molecule is a constant at a given temperature and is proportional to absolute temperature. Kinetic energy absolute temperature proportional ആണ്. സിംപ്ലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാഷ്യസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി അതിനനുസരിച്ച്. അപ്പൊ ഈ പോസ്റ്റുലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഈ പോസ്റ്റുലേറ്റ്സ് ആണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞു. ഏതെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും പോസ്റ്റുലേറ്റിന് എക്സ്പ്ലനേഷൻ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. Next, what is pressure? What is pressure? ചോദ്യം, what is pressure? ആർക്കും ആൻസർ ചെയ്യാം. പ്രഷർ എന്താണ്? ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ.
പണ്ട് സന്ദേശം സിനിമയിൽ മാമുക്കോ ചോദിച്ച മാതിരി വിവരം വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ ഈ കൂട്ടത്തിലില്ലേ? ഞാൻ ചോദിച്ച് Sir, Momentum the total momentum imparted to unit imparted to area unit area of the ball of the container. പറയാൻ wall of the container per second. നമ്മളൊരു കണ്ടെയ്നർ എടുത്തു. ഇതൊക്കെ ഞാൻ വായിക്കട്ടെ. അതിന് മുന്നേ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം കേട്ടോ. ചിലപ്പോ ഷിനോയ് സാറ് കയറിയത് അന്ന് ഇന്നലെ ചിലപ്പോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ സുനിൽ മാഷ എക്സാം നീട്ടിവെച്ചു എന്നുള്ളൊരു അഭ്യൂഹം സർക്കുലർ ആയിട്ടില്ല. അത് ഒരു അഭ്യൂഹമായിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി വ്യക്തമായൊരു ബോധമോ ധാരണയോ ആർക്കും ഇല്ല, എനിക്കും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ എന്നെ വിളിച്ചവരോടൊക്കെ കുറെ വീട്ടിൽ എന്നെ വിളിച്ചിരുന്നു, എന്താണ് സാറേ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഔദ്യോഗികമായിട്ടുള്ളൊരു കൺഫർമേഷൻ സർക്കുലർ കിട്ടിയാൽ മാത്രമേ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി വിശദീകരണം തരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ഒന്നും പറയാത്തത്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം നമ്മൾ വലിയൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പണി പെടുത്തോണ്ടിരിക്കുന്നത് അല്ലെ? വലിയൊരു ടൈം നമുക്ക് സെക്കൻഡ് ഇയർ പഠിക്കേണ്ട സമയം നമ്മളെ ഒരുപാട് ടൈം നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ സ്കൂളുകാരും ഒക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ടുമാണ് ഈ ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിസൾട്ടിന് മസ്റ്റാണ്, സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒക്കെ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് +2 സ്പെയർ ചെയ്തിട്ട് സമയം ഒരുപാട് +1ലേക്ക് ചിലവാക്കിയിട്ടാണ് നമ്മളിപ്പോ ഈ പണികളൊക്കെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എക്സാം ഇനി നീട്ടി വെക്കുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റിയാണ്. ഇത് സർക്കുലർ ഇറങ്ങാത്തത് കൊണ്ട് നമുക്കൊരു ഉറപ്പ് ഇതിൽ പറയാൻ പറ്റില്ല. ഇപ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് തന്നിട്ട് എക്സാം നടത്തിയാലോ എന്നൊക്കെ ഒരു ആലോചന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നുകൂടായില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കരട് രൂപം കിട്ടുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ എന്ത് വന്നാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതി വെച്ചോ, എക്സാം കട്ട് ചെയ്യില്ല. അതായത് എക്സാം ഒഴിവാക്കി തരില്ല. കാരണം എക്സാം ഒഴിവാക്കി തരാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിന്റെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് അറിയാം. നിങ്ങൾ ഇപ്പോ ഫസ്റ്റ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടുണ്ടാവില്ല, പല സ്കൂളുകളും സെക്കൻഡ് ഇയർ ഇപ്പൊ എടുക്കുന്നില്ല. അപ്പൊ ഇതൊന്നും ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ പരീക്ഷ ഒഴിവാക്കുക എന്നൊരു പ്രവണതയിലേക്ക് ഗവൺമെന്റ് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് 100% എന്ത് ചെയ്യും, പ്രതീക്ഷിക്കണം. ഓക്കെ, നിലവിലുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം, എക്സാം പ്രതീക്ഷിക്കണം. ഓക്കെ ആണോ? അപ്പൊ ഡേറ്റ് നീട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സർക്കുലർ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഒരു പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പോണ ട്രാക്ക് പോയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരും. മനസ്സിലായോ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്തു തരും. നമ്മൾ പല പ്രതിസന്ധികളും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ട് പോലും ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് 37 പിള്ളേരാണ് ഇപ്പൊ ഈ ലൈബ്രറി, 37 സ്റ്റുഡൻസ്. കുറെ ആൾക്കാര് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ വല്ലാതെ ചില ആൾക്കാരെയൊന്നും ഞാൻ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് വല്ലാതെ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്കറിയാം അത് ഈ റിവിഷന്റെ സമയം ആയതുകൊണ്ടാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നോക്കാനും കാര്യത്തിനും, കാരണം ഇത് ഒരു വട്ടം എടുത്ത സാധനത്തിന്റെ റിവിഷനാണ്. ക്ലിയർ ആണോ? നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സബ്ജക്റ്റിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അത് ക്ലാരിഫൈ ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ നിങ്ങളതിൽ പിടിച്ച് എന്ത് ചെയ്യാത്തത്, നിർബന്ധിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ നിർബന്ധവശാലും ക്ലാസ്സിൽ ഇരിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ നന്നായിട്ട് സ്കിപ്പായി പോകുന്നത്. സെക്കൻഡ് ഇയർ ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് എല്ലാത്തിനെയും വിളിച്ച് ഞാൻ നല്ല പറയലോടും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് വൃത്തിയിൽ കാര്യങ്ങൾ നോക്കുക, പഠിക്കുക. എക്സാം എന്തായാലും ഉണ്ടാവും, അതിന്റെ സീരിയസ്നെസ്സിൽ കാണാം. ഓക്കെ, നമ്മൾ ഇതിന് ശേഷം, അതായത് നമ്മുടെ ഈ +1 റിവിഷന് ശേഷം നമ്മൾ ഉടനടി +2 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഉടനടി +2 സ്റ്റാർട്ട് ചെയ്യും. +2 ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങും. നമുക്ക് ഗ്യാപ്പ് വല്ലാതെ ഉണ്ടാവില്ല. +2 സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ എക്സാമിന്റെ മുന്നേ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം. ഓക്കെ ആണോ? റിവിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ +2 സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തരും. കാരണം അതേ നടക്കുള്ളൂ. കാരണം ഇപ്പൊ ഗവൺമെന്റ് പറയാണ് ഒക്ടോബർ ലാസ്റ്റിലാണ് പരീക്ഷ. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഒക്ടോബർ ലാസ്റ്റ് വരെ നിങ്ങൾ +1 ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോകാം, റിവിഷനൊക്കെ തന്ന് കൊണ്ടുപോകാം. അതിനുശേഷം എക്സാം ഒക്കെ കഴിഞ്ഞ് നവംബറിൽ ഡിസംബറിലൊക്കെ +2 പോർഷൻ തുടങ്ങാം എന്ന് പറഞ്ഞാൽ അവിടെ എന്താവും, ലോക്കായി പോകും. മനസ്സിലായോ?
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ പല കുട്ടികൾക്ക് സംശയം ഉണ്ടാവും ഇനി എന്ത് ചെയ്യും. എക്സാം മാറ്റി വെച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പൊ പലരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സന്തോഷിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലോകത്ത് കണ്ടതിൽ വെച്ച്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടന്മാരായിരിക്കും എക്സാം മാറ്റി വെച്ചാൽ സന്തോഷിക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? എക്സാം മാറ്റി വെച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പണി ജീവിതത്തിൽ കിട്ടാനില്ല. അതൊരു പണി നിങ്ങൾക്ക് കിട്ടിയത് എക്സാം മാറ്റി വെച്ചത്. മനസ്സിലായി? ആ എക്സാം നടന്നു പോകുന്നതാണ് നിങ്ങൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഒന്നാമത് ഈ ഒരു ചൂടിൽ നിങ്ങൾക്ക് അത് മര്യാദയ്ക്ക് എഴുതായിരുന്നു, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? അപ്പൊ അത് നിങ്ങളെ കയ്യിലാണ് ഈ കാര്യങ്ങൾ. ക്ലിയർ ആണോ? നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ പോയിട്ട്, നമ്മളിങ്ങനെ നൂലുമക്കൂടെ പോകാറില്ലേ, ആ ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ പോയിട്ട് ഈ പരിപാടി തീർക്കാൻ നോക്കുക. റെഡിയാണോ? അപ്പോ വളരെ ക്രിട്ടിക്കൽ ക്രൈസിസിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മളെ കയ്യിലല്ല തീരുമാനങ്ങൾ. നിങ്ങളെ എക്സാം മാറ്റി വെച്ചു എന്ന് ഞാൻ അറിഞ്ഞ സമയത്ത് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചൊക്കെ പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പെടാതിരിക്കുക. നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ വെറുതെ നടക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വെറുതെ അതും ഇതും ചെയ്യുന്നത് കണ്ടിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട, ചുമ്മാ കളിച്ചടക്കണ്ട. ഇതിൽ കുറെ ടീമുണ്ട്, ഒരു വാസ്തു പഠിക്കാതെ ഇപ്പോഴും സർക്കാർ പരീക്ഷ ഒഴിവാക്കും നടക്കുന്നത് കുറെ ടീമുണ്ട്. ഇപ്പൊ എൻസൈം പഠിക്കുന്ന പിള്ളേരെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒന്നും വിശ്വസിക്കില്ല, എക്സാം നടത്തുന്ന പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കും, സർക്കാർ പരീക്ഷ മാറ്റിവെക്കും, നീട്ടിവെക്കും, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടാവില്ല, ഇതൊക്കെ പറയുന്നുണ്ട്. ചിലവന്മാര് പറയുന്നുണ്ട് ഓണം കഴിഞ്ഞാൽ സംസ്ഥാനം ഫുള്ള് പൂട്ടിയിടും, എന്നിട്ട് ഈ കൊല്ലം പരീക്ഷ നടത്തൂല, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വെറുതെ മാർക്ക് കൊടുക്കും, +2കാർക്കും വെറുതെ മാർക്ക് കൊടുക്കും. എന്നിട്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ മറ്റേ ടോസ് ഇട്ടിട്ടൊക്കെ മറ്റേ അഡ്മിഷൻ എടുക്കും. അങ്ങനത്തെ പരിപാടികൾ കേരളത്തിൽ വരുന്നൊക്കെ വിചാരിക്കുന്ന കുറെ ടീമുണ്ട്, കുറെ മൊയന്തലുണ്ട്. അത് നടക്കൂല. മനസ്സിലായി? ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും പരീക്ഷകളൊക്കെ നടത്തും. നിങ്ങൾക്ക് അറിയാലോ 10ാം ക്ലാസ്സിന്റെ പരീക്ഷകൾ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ നടത്തി പോകുന്നത്. അന്നൊന്നും ഇത്ര വാക്സിനേഷൻ ഇല്ല. ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്, ഒരുപാട് ആൾക്കാർക്ക് വാക്സിൻ കിട്ടി, ഒരുപാട് ആൾക്കാർക്ക് കിട്ടി. കുട്ടികൾക്കുള്ള വാക്സിന്റെ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കോവിഷീൽഡിന്റെ വന്നിങ്ങനെ തുടങ്ങി. കഴിഞ്ഞ സമയങ്ങളൊന്നും അങ്ങനെയല്ല, ഭയങ്കര ഡേഞ്ചറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ അത്ര ഡേഞ്ചറസ് സിറ്റുവേഷനൊന്നും അല്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും പരീക്ഷകൾ നടത്തും, പരീക്ഷ പ്രതീക്ഷിക്കണം. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ സ്ഥിതികൾ. ഓക്കെ, നിങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ ആണോ? അതാണ് ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ ബേസ് അതാണ്. നിങ്ങൾ കാര്യങ്ങളെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുകയാണ് പരീക്ഷ നടത്തൂല, കാരണം നിങ്ങൾ ഇപ്പൊ ഈ +2 വർഷമായി ഹയർ സെക്കൻഡറി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഈ 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങൾ ഒറ്റ പബ്ലിക് പരീക്ഷ പോലും എഴുതാത്ത ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ ചിലവന്മാർക്ക് തോന്നും ഇതിങ്ങനെ പോയി കിട്ടും, എങ്ങനെ പരീക്ഷ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകും. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ വലിയൊരു ഒലക്കുണ്ട്. സർക്കാർ ഒരു ദിവസം ആ ഒലക്കെടുത്ത് നിങ്ങളെ തലക്കടിക്കും. മനസ്സിലായോ? അന്ന് ചാവാതെ രക്ഷപ്പെടണമെങ്കിൽ ഇരുന്ന് പഠിച്ചു. ഓക്കെ ആണോ? അത് എക്സാം ഡേറ്റ് വന്നിരിക്കും. ഓക്കെ, മാറ്റിവെക്കലുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഓൾട്ടറേഷൻസ് ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, നമുക്കൊന്നും പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഓൾട്ടറേഷൻ ഉണ്ടാവും. ഒരു എക്സാം ഡിക്ലെയർ ചെയ്താൽ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ ആണോ? ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യം അതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. റെഡിയാണോ? അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ എക്സാം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ചില്ലായി നടക്കണ്ട. ഓക്കെ ആണോ? അത് നിങ്ങൾക്ക് ഭാവിയിൽ കുടുങ്ങും. റെഡി? ശ്രദ്ധിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രഷർ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു കണ്ടെയ്നർ എടുക്കുക, ആ കണ്ടെയ്നറിന്റെ യൂണിറ്റ് ഏരിയ എടുക്കുക. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈം കൊണ്ട് മോളിക്യൂൾസ് ഇമ്പാർട്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റ്, യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ടൈം, ടോട്ടൽ മൊമെന്റ്. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ മോളിക്യൂൾസ് ഇമ്പാർട്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റ്, ഇതാണ് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് എന്ത് ചെയ്യുന്നത് പ്രഷർ എന്ന്
പറയുന്നത്. ആ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വോൾസിലേക്കാണ് പ്രഷർ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഒരു ഗേഷ്യസ് സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താണ് RMS വെലോസിറ്റി എന്ന് പറഞ്ഞത്? RMS വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. എന്താണ് RMS വെലോസിറ്റിന്റെ ഇക്വേഷൻ? Square bar is RMS is equal to root of V1 square plus V2 square plus etc. Vn square by n. ആദ്യം സ്ക്വയർ കാണാം, സ്ക്വയേഴ്സിന്റെ ആവറേജ് കാണാം, RMS വെലോസിറ്റി RMS എഴുതി. ഓക്കെ ആണോ? RMS എന്ന് എഴുതിയാൽ മതി. പിക്ക് പകരം സി എന്നൊക്കെ കൊടുക്കുന്നത് കാണാം ഇതില്. ഓക്കെ, ഇനി അതിൽ കുറച്ച് ഇക്വേഷൻസ് ആണുള്ളത്. നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. അതിലൊരു ബോക്സ് ഒക്കെ കാണാം. അതൊരു 3 ഡയമെൻഷണൽ സെറ്റപ്പ് ആണ്. ബോക്സ് കാണാം. അതില് ഒരു കൊളീഷൻ നടക്കുന്നതായിട്ട് കാണാം. അതായത് ഒരു മോളിക്യൂള് ഒരു വോളിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന കേസാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഒരു മോളിക്യൂള് ഒരു വോളിൽ ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന കേസാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മോളിക്യൂൾസിന്റെ വെലോസിറ്റി ഡയമെൻഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വെലോസിറ്റി എങ്ങനെയൊക്കെയാണ്, വെലോസിറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? വോളിൽ ചെന്ന് ഇടിക്കുന്നതിന്റെ മുന്നേ Vx, Vy, Vz ഇതാണ് നമ്മുടെ വെലോസിറ്റി കോർഡിനേറ്റ്സ്. ഇത് മാറും. ഇടിച്ചതിന് ശേഷം എന്തായിട്ട് മാറും? -Vx അല്ലെ? എന്തായിട്ട് മാറുന്നത്? -Vx അല്ലെ? -Vx, Vy, Vz ആയിട്ട് മാറും അല്ലെ? ഒരു 1 ഡയമെൻഷണൽ കൊളീഷൻ ആണ് ഇവിടെ നടക്കുക. അങ്ങനെ മാറും. ക്ലിയർ ആണോ? അടുത്തത് ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ കാണുന്ന സമയത്ത് അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് -2mvx ആണ്. അത് മനസ്സിലായാലും ഓക്കെ പറ. -2mvx ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ നമ്മൾ പ്രഷറിലേക്കാണ് എത്താൻ പോകുന്നത്. അതാണ് ഞാൻ ഈ മൊമെന്റത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ബോധമുണ്ട്. In a small interval of time delta t, a molecule with the x component of velocity vx will hit on the wall if it is within the distance vx delta t from the wall. അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് പറയുന്നത് vx delta t ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് പറയുന്നത് vx delta t ആണ്. നിങ്ങൾക്ക് അറിയാം വെലോസിറ്റി ഇൻടു ടൈം ആണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. But the average half of the molecule moving with the all possible velocities is. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മോളിക്യൂള് ഒരു ചുമരില് ഒരു വോളിൽ തട്ടിയിട്ട് അവിടെ പോയി തട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ? അപ്പൊ നമ്മളവിടെ തട്ടുന്ന സമയത്ത് എന്തായിരിക്കും? ജസ്റ്റ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ഹാഫ് ആണ് എടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ കൊളൈഡ് ചെയ്ത് തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഇതിന്റെ ഹാഫ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു കൊളീഷന്റെ ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാഫ് ആണ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഓക്കെ. ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്ന സാധനങ്ങൾ. ഇതിലൊക്കെ സംശയം ഉണ്ടെന്ന് ചോദിക്കാം. ചോദിച്ചോളൂ. ശ്രദ്ധിക്കണേ, ഇതാണ് ഹാഫ്. അപ്പോ ഇവിടെ ടോട്ടൽ മൊമെന്റം is equal to
-2 mvx into n into vx delta t എന്ന് വരും. ഓക്കെ എന്ന് വരും. ടോട്ടൽ മൊമെന്റ് ആണ്. ടോട്ടൽ മൊമെന്റ് ഇത് ഫസ്റ്റ് കൊളീഷനുള്ള ആ ഒരു കൊളീഷൻ ഗ്യാപ്പിനുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് എത്ര മോളിക്യൂൾ കൊളൈഡ് ചെയ്തു, ഇതൊരു മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെന്റ്. ഒരു മോളിക്യൂൾ ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെന്റ് കേട്ടോ, ഒരു മോളിക്യൂൾ ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെന്റ് ആണ്. അപ്പൊ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഇൻറ്റു എൻ ആണ്. അത്രയും മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും, ആ ഡിസ്റ്റൻസ് നമ്മൾ. ഈ ഇക്വേഷൻ ഓക്കെയാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഓരോ ടേം എന്താണ് സെപ്പറേറ്റ് നോക്കണം. -2 mvx n ഹാഫ് vx delta t. ഡൗട്ടിനെ പറ, അല്ലെങ്കിൽ ഓക്കെ പറ. ഞാൻ ഓരോ സ്റ്റെപ്പിലും ഇത് ചോദിക്കാൻ കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയതാണ്. ഓക്കെ ആണോ? ഇതാണ് ഇവിടുത്തെ ടോട്ടൽ പ്രഷർ കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ടോട്ടൽ പ്രഷർ. മക്കളെ ശ്രദ്ധിക്കാം. അവിടെ പ്രഷർ ഇസിക്കൽ ടു ഇക്വേഷൻ സാർ ഈ ഒരു ഡെറിവേഷൻ എങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇത് ചോദിക്കും. എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെ വരിക? ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നിങ്ങളോട് ഇതിന്റെ ക്വസ്റ്റ്യൻ, അതായത് പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം വേണ്ടി ചോദിക്കും. ഇതാണ് സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം. ഒക്കെ വെട്ടിപ്പോ. ഇതിന്റെ ഇടയിലൊക്കെ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് വേണ്ട ഇക്വേഷൻസ് മാത്രമേ ഞാൻ പറയുന്നു. നമ്മൾ ടോട്ടൽ പ്രഷർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് മോളിക്യൂൾ, എം എന്ന് പറഞ്ഞാല് മാസ്, vx സ്ക്വയർ എന്ന് പറഞ്ഞാൽ RMS വെലോസിറ്റി. ഓക്കെ, ഇത്രയൊക്കെയാണ് മക്കളെ. ആണോ? നോക്ക്, തുടക്കം മുതലാവുന്നു. നോക്ക് മൊത്തമായിട്ട് ഇതുവരെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. വളരെ
നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഓക്കെ പറയാം. ഓക്കെ ആണോ? Ready. അടുത്ത ഹെഡിങ് കൊടുക്കുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താ അഭിനന്ദ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? ഒരു മോളിക്യൂളിന് പ്ലെയിനില് പ്ലെയിനില്ല, അല്ല പ്ലെയിനല്ല, പറയട്ടെ, ശ്രദ്ധിച്ച്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാൻ പോവാണ്, ശ്രദ്ധി. ടോട്ടൽ മോളിക്യൂൾ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്നും ബി ബാർ സ്ക്വയർ ആണ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ത്രൂ എക്സ്, ത്രൂ വൈ, ത്രൂ സെഡ് ഒരേ ഫ്രീഡം ആയിരിക്കും ഉണ്ടാവും. ആണോ? ഒരേ ഫ്രീഡം ആണ് ഉണ്ടാവുക. ഒരേ ഫ്രീഡം ആണ് ഉണ്ടാവുക. എന്ത് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണേ? ആരാ മൈക്ക് ഓൺ ആക്കിയിരുന്നത്? സ്നേഹ മ്യൂട്ട്. അപ്പോ ഒരു ആക്സിസിലേക്കുള്ള പ്രഷർ P = 1/3 nm v bar square ആണ്.
1/3 nm v bar square. നോട്ട് ചെയ്ത് വെച്ചു പ്രഷർ. by 3 nm v bar square. സാറേ വി സ്ക്വയർ ബാർ വി ബാർ സ്ക്വയർ ആണോ? മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് മോനെ വി ബാർ സ്ക്വയർ. വെലോസിറ്റിന്റെ ആവറേജിന്റെ സ്ക്വയർ. സോറി, വെലോസിറ്റിന്റെ സ്ക്വയറിന്റെ ആവറേജ്. ശരി. വെലോസിറ്റിന്റെ സ്ക്വയറിന്റെ ആവറേജ്. നെക്സ്റ്റ് മോളിക്യൂൾസിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു KBT. KB എന്ന് വെച്ചാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. KB എന്ന് വെച്ചാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇതാണ് average kinetic energy is equal to absolute temperature എന്ന് പറയുന്നത്. Proportional to absolute temperature. നമുക്ക് എഴുതാം. സാർ ഈ പ്രഷറിന്റെ കേസ് കഴിഞ്ഞിട്ട് പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി ഒന്ന് പറയാം. ക്ലാസ് ജസ്റ്റ് ഒന്ന് കട്ടായി നിന്റേത്. ഇക്വേഷൻ മനസ്സിലായോ? P is equal to 1/3 nm v bar square എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അതായത് ത്രൂ ഒരു ആക്സിസിലേക്കുള്ള പ്രഷർ. ഇനി ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 KBT മോളിക്യൂളിന്റെ കേസ്. അപ്പോ ആവറേജ് K is equal to 3/2 KBT. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ആവറേജ് K പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. കാരണം 3/2 KB എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 3/2 KB എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം പ്രകാരം ത്രൂ ഒരു ആക്സിസ്, നമ്മൾ സിംഗിൾ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആവറേജ് KE എന്ന് പറയുന്നത് ഹാഫ് KBT ആയിരിക്കും. കാരണം 3 ഹാഫ് KBTകൾ ആഡ് ചെയ്താലാണ് 3/2 KBT കിട്ടുക. ഹാഫ് KBT പ്ലസ് ഹാഫ് KBT പ്ലസ് ഹാഫ് KBT is equal to 3/2 KBT. ഇതാണ് സംഭവം. ഇത് X, ഇത് Y, ഇത് Z. ഇതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നൊക്കെ പറയും. കൈനറ്റിക് തിയറിയിലെ മെയിൻ ആയിട്ട് നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോണം. ഇതൊക്കെ ഞാൻ എക്സ്ട്രാക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് ഞാൻ സോളിഡ്സ് ആണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു 2 മിനിറ്റോട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ. എല്ലാരും നോക്കും. നിങ്ങൾ ചാപ്റ്റർ ഒരു തവണ പഠിച്ചിട്ടാണ് റിവിഷൻ ക്ലാസ്സിന് കയറി ഇരിക്കുന്നത് എന്നുള്ള ധാരണയ്ക്ക് പുറത്താണ് ഞാൻ നിൽക്കുന്നത്.
കാരണം ചാപ്റ്റർ ഒക്കെ പഠിക്കാനുള്ള സമയമൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് തെർമോഡൈനാമിക്സ് ഫുള്ളായിട്ട് കണ്ടിന്യൂഷൻ കഴിഞ്ഞതിന് ശേഷമേ വേറെ ചാപ്റ്ററിലേക്ക് കയറുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ചാപ്റ്ററിന് മൂവ് ചെയ്യും. യുവർ പെർമിഷൻ. ലാസ്റ്റിലേക്കൊക്കെ കുറച്ചേ പഠിക്കാനുള്ള ഫോക്കസ് ഏരിയ. നിങ്ങൾ വിചാരിക്കണ മാതിരി അത്ര വലിയ ഭീകരമായ ഭൂതമൊന്നുമില്ല. ഓക്കെ, കുറച്ച് മാത്രം. കുറെ എണ്ണൊക്കെ വീഡിയോ ഓഫ് ആക്കി പോയിണ്ടല്ലോ. കാവ്യ, സൂരജ് ഒക്കെ വീഡിയോ ഓൺ ആക്കിയിടണം. ബിനന്ദ്, അഞ്ജന വീഡിയോ ഓൺ ആക്കിയിടല്ലോ. ഈ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കണം. സോളിഡ്സ്. ഇല്ല, ആ ചാപ്റ്റർ കൂടി ഞാനൊന്ന് പറയും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കാം. ആ ചാപ്റ്ററിന്റെ കാര്യങ്ങളോട് ഞാൻ ഒന്ന് പറയും. ഓക്കെ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാവരും പുസ്തകം അടച്ചിട്ട് നല്ല മക്കളായിട്ട് ക്ലാസ് കേട്ടിരിക്കുക. സോളിഡ്സ് പറയാം. ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു സോളിഡിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു സോളിഡിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്താണ്? വാട്ട് ഈസ് ദ ഇലാസ്റ്റിക് ബിഹേവിയർ? ഒരു സോളിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇലാസ്റ്റിസിറ്റി. മാളവിക എന്ന് പറഞ്ഞത് എന്താണ് സോളിഡിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? പറയൂ. അത് അറിയില്ല സാർ. എന്താ വേദശ്രീ പറ. ആദിത്യ അഭ്യാസ് പറ. എന്താണ് സോളിഡിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? സോളിഡ് മറന്നോ? പഠിച്ചാ കൊള്ളാം. അഭിനന്ദ പറ, എന്താണ് സോളിഡിന്റെ ഇലാസ്റ്റിസിറ്റി? ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തത് റിമൂവ് ചെയ്താല് അതിന്റെ ഒറിജിനൽ സൈസ് ഷേപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ഇതൊരു സോളിഡ് ആണ്. ഞാൻ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. ഈ ഫോഴ്സിന്റെ പേര് ഡിഫോമിംഗ് ഫോഴ്സ് എന്നാണ്. ഡിഫോമിംഗ് ഫോഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ സോളിഡിന്റെ ഡയമെൻഷൻസിൽ മാറ്റം വരും എന്നാണ്. ഡയമെൻഷൻസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലെങ്തോ ഏരിയയോ വോളിയമോ ഇതിന്റെ ഷേപ്പോ ഒക്കെയാണ്. അതിലൊക്കെ മാറ്റം വരും. ഇപ്പൊ ഡിഫോർമേഷന് കപ്പാസിറ്റിയുള്ള ഫോഴ്സ് ആയതുകൊണ്ട് ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അങ്ങനെ ഈ സോളിഡ് ഡിഫോംഡ് ആയി. ഞാൻ ഈ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത്, ഓൺ ദി റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്, if the object attains its original dimensions, then we can call it as an elastic material. നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന അവസരത്തിൽ ഈ ഒബ്ജക്റ്റ് അതിന്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക്,
ഇനീഷ്യൽ ഡയമെൻഷൻസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുക. എന്താ വിളിക്കുക നമ്മള്? ഇലാസ്റ്റിക് മെറ്റീരിയൽ. When a solid materials attains its original shape or dimensions, when we remove, like on the removal of deforming force, that behavior of the solid is known as elastic behavior. ഇവിടെ നോക്ക്, ഇനി ശ്രദ്ധിക്കും. ഇനി ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെന്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് വെച്ചാൽ നമ്മളൊരു സോളിഡിന്റെ മേലേക്ക് ഡിഫോമിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സോളിഡിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് സ്ട്രെസ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരാളെ പിടിച്ചിട്ട് ഇന്ന് ഉപദേശിക്കും, ഞാൻ ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യലല്ലേ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ഒരു തരം പ്രഷർ ഉണ്ടല്ലോ, അതാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫാക്ടർ, അതാണ് സ്ട്രെസ്. ക്ലിയർ ആണോ? അതാണ് എന്ത്? സ്ട്രെസ്. അതൊരു റെസ്പോൺസ് ആണ്. നമ്മുടെ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സിനോടുള്ള ഒരു റെസ്പോൺസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യും ഒബ്ജക്റ്റിൽ. ഓക്കെ ആണോ? മൂന്ന് തരത്തിലുള്ള സ്ട്രെസ് ആണ്. Longitudinal stress, ആ tangential, വോളിയം സ്ട്രെസ്. volume, ഇത് ഷിയറിംഗ് സ്ട്രെസ്. shearing, ഷിയറിംഗ് സ്ട്രെസ് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വോളിയം ഷിയറിംഗ്. ഓക്കെ, മൂന്ന് തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ changing length by origin. ഓക്കെ, ലെങ്ത് ചേഞ്ച് ചെയ്യും. ലോങ്ങേഷൻ ലീനിയർ ലോങ്ങിറ്റ്യൂഡിനൽ ലെങ്ത് ചേഞ്ച് ആവും അല്ലെ. ലെങ്ത് ചേഞ്ച് ആവും. സ്ട്രെസ് പ്രോസസ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ. ചേഞ്ച് ഇൻ ലെങ്ത് നടക്കുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുക? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിലുള്ള കാര്യമാണ്, ലെങ്ത്തിലുള്ള ചേഞ്ച് ആണ്. ഇവിടെ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാൽ? വോളിയത്തിൽ ഉണ്ടാവുന്ന വോളിയം ചേഞ്ച് ആണ്. വെരി ഗുഡ്. വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെ, വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാലോ? ഷേപ്പിലുള്ള ചേഞ്ച്. ഷേപ്പിലുള്ള ചേഞ്ച് അല്ലെ, ഷേപ്പ് മാറുന്ന ചേഞ്ച്. ആ ബുക്കിന്റെ ഒരു അട്ടി വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇതിന്റെ ഷേപ്പ് മാറുന്നൊക്കെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വാട്ട് ഇസ് സ്ട്രെയിൻ? ഡയമെൻഷന്റെ റേഷ്യോ ചേഞ്ച് ചെയ്യണ. യെസ്, വെരി ഗുഡ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതായത് സ്ട്രെസ്സിന്റെ റിസൾട്ട് ആണ് സ്ട്രെയിൻ. ക്ലിയർ ആണോ? സ്ട്രെസ് ഡെവലപ്പ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ആ സ്ട്രെസ് കൊണ്ട് ഒബ്ജക്റ്റ് എന്ത് സംഭവിക്കുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് സ്ട്രെയിൻ. ക്ലിയർ ആണോ? സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് സ്ട്രെസ്, ഇത് എന്ത് സ്ട്രെയിനാ? longitudinal strain. ഇതോ? വോളിയം അല്ലെങ്കിൽ വോളിയം ബൾക്ക്. സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ. ഇതോ? ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെ. അല്ലെ മക്കളെ? ഓരോ തരത്തിലുള്ള സ്ട്രെയിനുകളാണ്. ഷിയറിംഗ് സ്ട്രെയിൻ നമ്മൾ തീറ്റ എന്നല്ല ടാൻ തീറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ,
യൂഷ്വലി നമ്മൾ ആംഗിൾ വളരെ സ്മോൾ ആയതുകൊണ്ട് തീറ്റ എടുക്കുന്നതാണ്. ഓക്കെ ആണോ? ശരി. ഇനി എന്താണ് മക്കളെ ഹുക്സ് ലോ പറയുന്നത്? ഹുക്സ് ലോ ചെറിയ ഡിഫോർമേഷൻ സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്. ലിമിറ്റ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെയിനും കൂടും. എലാസ്റ്റിക് ലിമിറ്റ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? സ്ട്രെസ് ഈക്വൽസ് സ്ട്രെസ് സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെ? ആ. ഈ കോൺസ്റ്റന്റ് പേര് മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി. ഈ കോൺസ്റ്റന്റ് പേരെന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്നാണ് ഈ കോൺസ്റ്റന്റ് പേര്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ. 3 തരത്തിലുള്ള മോഡുലസുകൾ. കാരണം 3 തരം സ്ട്രെസ്സും അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനും ഉള്ളത് കൊണ്ട് ഇതാരാ? യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അല്ലേ മക്കളെ? ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? FV by A delta V. ഷിയർ മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? F by A into theta. F by A theta. അതെ അതെ, ഞാൻ മീറ്റിംഗ് ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് പണ്ട് വിളിക്കാം കേട്ടോ. സെൻട്രൽ നമ്പറാണ്, ഞാൻ പണ്ട് വിളിക്കാം. പറഞ്ഞോ. F by A theta. അല്ലേ? ഇതാണ് 3 മോഡുലസുകൾ അല്ലെ? ഇനി ഇതിൽ പറയാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ നോട്ട് നോക്കിയാൽ മതി. നോട്ടിലെ കർവ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞാൽ മതി. O മുതൽ 0 മുതൽ A വരെയുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താ? അല്ലെങ്കിൽ ആ ഭാഗം എന്ത് ബിഹേവിയറാണ് കാണിക്കുന്നത്? ഇലാസ്റ്റിക് ബിഹേവിയർ. എല്ലാവരും നോക്കും. എലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. A മുതൽ B വരെയുള്ള ഭാഗം A മുതൽ B വരെയുള്ള ഭാഗം പ്ലാസ്റ്റിക് ബിഹേവിയർ. പ്ലാസ്റ്റിക് അതിൽ എനെ നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ് പറയാ, ബിനെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറയാ. ബി നമ്മൾ എന്താ പറയാ? ഇലാസ്റ്റിക് ലിമിറ്റ്. സി നമ്മൾ എന്താ പറയാ? സോറി സാർ, സീനാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ പറയുന്നത്. സീലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി അല്ലെ? സി ടു ഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഏരിയ അല്ലെ? ഇനി സീന് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് സീന് നമ്മൾ ഒരു ഡോട്ടഡ് ലൈന് സ്ട്രെയിൻ കർവിലേക്ക് വരയ്ക്കുന്ന കണ്ടോ നിങ്ങൾ? ആ ഗ്യാപ്പിന് നമ്മൾ എന്താ വിളിക്കാം? പെർമനന്റ് സെറ്റ്. പെർമനന്റ് സെറ്റ്. അതായത് പ്ലാസ്റ്റിക് ബിഹേവിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബോഡി ഒരു പെർമനന്റ് സെറ്റിലേക്ക് പോകും. അപ്പൊ അതിന്റെ ഇലാസ്റ്റിസിറ്റി അവിടെ വെച്ച് നഷ്ടപ്പെടുന്നതാണ്. ഇനി ഡിയിലൊക്കെ എത്തി, അവിടെ ഡിന്ന് നമ്മൾ ഇയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ ആ പോയിന്റ്, ഈ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഫ്രാക്ചർ പോയിന്റ്. ഫ്രാക്ചർ പോയിന്റ് വെച്ച് ബോഡി പൊട്ടിപ്പോകും അല്ലെ? ഈ ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും ഇതിന്റെ കാര്യങ്ങളാണ്. ഈ കർവിന്റെ ഭാഗങ്ങൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, എലാസ്റ്റിസിറ്റി പഠിക്കുന്ന ഭാഗങ്ങൾ. ഓക്കെ ആണോ സാർ? ആ ബോർഡിലുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതിക്കോട്ടെ. ആ ബോർഡിൽ
സാർ ഇതിന്ന് കംപ്ലീറ്റ് തിയറി പിന്നെ ഈ ഗ്രാഫിൽ കാര്യമായിട്ട് വരുള്ളൂ ക്വസ്റ്റ്യന്. തിയറി ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. നിങ്ങളെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ചിലപ്പം യെൻസ് മോഡൽസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യും. ഓക്കെ ഓക്കെ. ആ കർവ് നിർബന്ധമായിട്ട് വരച്ച് പഠിച്ചോണം. കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കർവ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. 100% ചോദ്യം വരും. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻസ്, മോഡൽസ്, ബൾക്ക് മോഡൽസ്, ഷിയർ മോഡൽസ് ഒക്കെ പഠിച്ചു വെച്ചോ. ഓക്കെ ആണോ? ലാസ്റ്റിലേക്കൊക്കെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഒക്കെ വളരെ 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 കുറവാണ്. അപ്പൊ ഈ ചാപ്റ്റർ തുടക്കം മുതൽ നോക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഫുൾ ആയിട്ട് നോക്കും. വളരെ സിമ്പിൾ ചാപ്റ്റർ, എളുപ്പമുള്ള ചാപ്റ്റർ, ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത. ഓക്കെ സർ. ഫ്ലൂയിഡ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ആണോ? സാർ ഓക്കെ ആണ് സാർ. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സാർ.